Co-powered by Lasa Ice Creams and Damro Furniture. ഹലോ നമസ്കാരം ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. സോ ലെറ്റ്സ് വെൽക്കം എ ബിഗ് ഗ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോയിങ് ബോയിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ സമയമായി. RJ സൂരജ് പേര് മാറ്റണോ? ദീപൻ മോൻ പേര് മാറ്റണോ നിന്റെ? വേണ്ട, ആർജെക്ക് ഇപ്പൊ പോയി. ഇപ്പൊ VJ ആയില്ലേ? RJ ആണോ VJ ആണോ നല്ലത്? നമ്മൾ ഇപ്പൊ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടില്ലേക്കണേ. മേക്കപ്പ് ഇല്ലാത്ത സമയത്ത് RJ നല്ലത്. അപ്പൊ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ നിനക്ക് ഈ VJ ആയതിനു ശേഷമല്ലേ ഫേസ്ബുക്കിൽ ചാറ്റിംഗ് ഒക്കെ കുറച്ച് കൂടിയത്? ഇല്ല, ചാറ്റിംഗ് പണ്ടാണ് കൂടുതൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മളെ അറിയാത്ത ആൾക്കാർ നമ്മളെ പറ്റിയിട്ട് ഒരു ധാരണ മനസ്സിലുണ്ടാക്കിയിട്ട് ശബ്ദം നല്ല മധുരമായതുകൊണ്ട് അത് വെച്ചിട്ട് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് അയക്കുമല്ലോ. എന്റെ പൊന്നളിയ, അവരുടെ തെറ്റിദ്ധാരണയാണ് നിന്റെ ഈ വലിയൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണയെ ഞാൻ പറഞ്ഞത്. ഒരുപാട് ചാറ്റുകളായിട്ട് വരും, ഭയങ്കര ഗ്ലാമർ ആയിട്ടുള്ള ആളാണ്. എന്തായാലും ചാറ്റിംഗ് കുറച്ച് കൂടുതലാണ്. കാരണം ഇന്ന് സൂരജിന്റെ കണ്ണിച്ചിരി തടിച്ചിരിപ്പുണ്ട്. ഇന്നത്തെ ഉറക്കം ശരിയായില്ല എന്ന് തോന്നുന്നു. അതല്ല, ഇത് വേറെ സംഭവമാണ്. ഞാൻ ഇന്നലെ കുറച്ച് ഈ ബോഡിയൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് കാര്യമായിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് ഒന്ന് അധ്വാനിച്ച് അതിന്റെ ഭാഗമായിട്ട് കണ്ണ് പുറത്തേക്ക് നിർത്തി വന്നതാണ്. പക്ഷെ നിന്നെ പറ്റി മാത്രമല്ല വേറെ സംഭവം ഉണ്ട്. ഞാൻ ഇപ്പൊ എന്റെ ചാറ്റിനെ പറ്റി പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് ദീപന്റെ പോസ്റ്റിന് താഴെയുള്ള കമന്റുകളൊക്കെ എടുത്തു നോക്കി. കംപ്ലീറ്റ് പെമ്പിളറാണല്ലോ. നീ പറഞ്ഞിടിപ്പിക്കുന്നതാണോ? എനിക്ക് പെമ്പിള്ളേർ വരും, മെസ്സേജ് ഒക്കെ കമന്റ് ചെയ്യും. അത് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ നീ അങ്ങനെയല്ല. നീ അവരുടെ പ്രൊഫൈലിൽ പോയി പോക്ക് ചെയ്ത് മൊത്തത്തിൽ പോക്ക് കേസായി. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രണയത്തിന് ഒരു ഭാഷയുണ്ട്. RJ സൂരജ് ദോഹയെന്നും പറഞ്ഞ് പെണ്ണുങ്ങളോട് ഇൻട്രോഡ്യൂസ് ചെയ്ത് എല്ലാ പെമ്പിളരും ഇങ്ങനെ വന്ന് വീഴുമെന്നാണ് നിന്റെ ധാരണ? ഇല്ല, ഞാൻ അങ്ങനെ പറയാറില്ല. അങ്ങനെ RJ സൂരജ് ദോഹയിൽ നിന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോൾ വന്ന് വീണിട്ടുള്ളത് വേറെ എന്തൊക്കെയാണ്. ഇനി ഞാനൊരു കാര്യം പറയാം, നീ ഒന്ന് മാറ്റിപ്പിടി. RJ സൂരജ് ഫ്രം ബോയിങ് ബോയിങ് എന്ന് പറഞ്ഞു നോക്കിയേ. RJ സൂരജ് ഫ്രം ബോയിങ് ബോയിങ്. അതിൽ നല്ലത് VJ സൂരജ്. പക്ഷെ അത് പറയേണ്ടത് ഇങ്ങനെയല്ല. This is Deepan Murali from Boing Boing. This is Suraj from Boing Boing. ഈ എപ്പിസോഡിലേക്ക് വരാൻ പോകുന്ന താരങ്ങള് സൂപ്പർ ഡ്യൂപ്പർ ബമ്പർ സംഭവങ്ങളാണ്. അപ്പൊ ആരാണെന്നൊക്കെ ഉള്ളത് കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം. Okay, ready? Let's welcome the beautiful girls from Team A and Team B. Yes. What an energy, Suraj. ഫുൾ അങ്ങ് ചാർജ് ആയി. ഇവരുടെ എനർജിയുടെ ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതാ എന്റെ ഒരു ബുദ്ധിമുട്ട്. ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളിലും ചാമ്പ്യൻ ആയിട്ടുള്ള ടീമിന്റെ ഭാഗമാകാൻ സാധിച്ചത് നിങ്ങൾക്ക് ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളെ കണ്ടിട്ട്. ഹലോ ഹലോ, അയ്യോ സ്വാതി, എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ടിട്ട്. ഹലോ, നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് എനിക്ക്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന എനർജിയുടെ അപ്പുറത്തെ ലെവലിലെ ആൾക്കാരാണ്. കേരളത്തിലെ മിനി സ്ക്രീനിൽ 24 മണിക്കൂറും നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. സീരിയലുകളിലൊക്കെ ഓടി നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ബോയിങ് ബോയിങ്ങിന്റെ സൂപ്പർ എപ്പിസോഡിലേക്ക്. ഹൃദയം ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു വരാനല്ല സൂരജ്. എനിക്ക് ഈ സീരിയൽ എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, അതിലെ കുറെ സീരിയൽ കാണുമ്പോൾ തുളുമ്പരുന്നാണ്. നീ തുളുമ്പി മൊത്തത്തിലുള്ളത് പോകും. ഇടക്ക് ഉള്ളതൊക്കെ തുളുമ്പി പുറത്തു കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നടക്കാം. അതാണ് അതിന്റെ ടെക്നിക്ക്. അപ്പോ നിങ്ങൾക്കും അതുപോലെ തന്നെ എന്താ പറയുക, സന്തോഷമായിട്ട് നിങ്ങളുടെ അതാത് സീറ്റുകളിൽ പോയിരിക്കും. അവിടെ ഇരുന്ന് കൂടുതൽ വിശേഷങ്ങളും നിങ്ങളെ പറ്റി കൂടുതലും നമുക്കറിയാം. ഓക്കെ, റെഡി? നമുക്ക് പിള്ളേരെ പരിചയപ്പെടാം. ആരാണ് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്? ടീം എയിൽ നിന്ന് ശ്രിയ. ഹലോ, ഹായ്. ശ്രിയ നല്ലൊരു മോഡലാണ്, ആക്ട്രസ് ആണ്. ശ്രിയ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹൗ ഡു യു ഫീൽ അബൌട്ട് ബോയിങ് ബോയിങ്? അടിപൊളി. ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് കളിക്കാനുള്ള ത്രില്ലാണ്, തോൽപ്പിക്കാനുള്ള ത്രില്ലാണ് ഞാൻ ഇവിടെ. അടിപൊളി സെറ്റ്, അടിപൊളി മൊത്തം ഗെയിം കണ്ടപ്പോ അടിപൊളി. രണ്ടാമത്തെ ആളെ പരിചയപ്പെടുത്ത ആ രണ്ട് സൈഡ്. രണ്ടാമത്തെ ആളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ നമ്മുടെ ഗെയിമിലും നിറയാൻ പോകുന്നതേ ഉള്ളൂ. മറ്റാരുമല്ല, തൻവി. തൻവിയുടെ മുല്ലമൊട്ട് പോലത്തെ പല്ലുകളാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരാ? ആ മുല്ലമൊട്ട്.
അതുവരെ നോക്കിയിരിക്കുന്നത്. അല്ല ഇപ്പൊ ഞാൻ നോക്കുമ്പോ ആ മുല്ലമൊട്ടുകൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നല്ലേ, ഒരു കോംപ്ലിമെന്റ് കൊടുത്താൽ ചിലപ്പോ നമ്മുടെ സൈഡിലേക്ക് വരും. എടാ നീ വിചാരിക്കുന്നത് നിന്റെ ടീമിൽ മാത്രം നല്ല പിള്ളേരുള്ളത്. എടാ എന്റെ ടീമിൽ ഗായകര്, ഡാൻസ്, സ്കേറ്റ് എല്ലാം ചെയ്യുന്ന എല്ലാ ക്യൂട്ട് പിള്ളേരാണ്. അപ്പൊ എന്തായാലും തൻവി ആ ഒരു പാട്ടം കലക്കി കൊടുത്തേ. ഓ അതും ഉണ്ടാ, ഇത് അതിന്റെ ഇടയ്ക്ക് പാട്ടലക്കാരും പോകണ്ട, എന്നാ നടക്കട്ടെ. ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഭയങ്കര മോഡേൺ ഔട്ട്ഫിറ്റ് ഒക്കെ ആണല്ലോ. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് ശരി. മോഡേൺ ഔട്ട്ഫിറ്റ് ഒക്കെ ആണല്ലോ. പറയ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനൊരു മോഡേൺ സോങ്ങാ പാടും. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, എനിക്ക് ഏതാണ്ട് എന്റെ കുട്ടിയെ പറ്റി എനിക്ക് നല്ല ധാരണ. ബുദ്ധിയുള്ളവർ അങ്ങനെ വിചാരിക്കും. അപ്പോഴേ ഞാൻ പാടുന്നത് ഒരു ഫോക്ക് സോങ്. എന്നെ കളിയാക്കുന്നുണ്ടല്ലേ? നീ എന്റെ കുട്ടികളെ അറപ്പിക്കരുത്. ഒരു പോക്ക് സോങ് പാടാൻ പോണ കുട്ടി. ഇത് എവിടുന്ന് കിട്ടിയടേ? ഇത് എവിടെ കുറുക്കിന്റെ പാട്ട്. തൻവി നമ്മളെ അറപ്പിക്കാനും നമ്മളെ എന്താ പറയാ മോശമാക്കാനും വേണ്ടിട്ട് ഇതുപോലത്തെ എന്തും പറയും. കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല. നാടൻ പാട്ട്. ഓ നാടൻ പാട്ടാ പാടാൻ പോകുന്നത്. യു മീൻ ഫോക്ക് സോങ്. എന്തു തന്റെ തീണ്ടലാണ് തമ്പുരാന്റെ തീണ്ടല്, എന്തു തന്റെ തീണ്ടലാണ്, എന്തു തന്റെ തീണ്ടലാണ് തമ്പുരാന്റെ തീണ്ടല്. തോണ്ടല്ലേ, ഞാൻ വെച്ചാൽ അവന്തിനെ തോണ്ടിയത്. അപ്പൊ തൻവി നമുക്ക് ബാക്കി കാര്യങ്ങൾ വഴിയെ അറിയാം. പ്ലീസ് ഗോ ടു സീ. അടുത്ത ആ കുട്ടിയെ പരിചയപ്പെടുത്തി. നമ്മുടെ ടീം എയിൽ ടീം രണ്ടുപേരെ പരിചയപ്പെട്ടപ്പോൾ ഒരാൾ എന്നെന്താ പരിചയപ്പെടുത്താത്തെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു. മറ്റാരുമല്ല, ഡോണ. പരിചയപ്പെടുത്തു. ഡോണ പറയൂ, എന്തൊക്കെ ചെയ്യുന്നു? കല്യാണ വീട് എന്ന് പറഞ്ഞ സീരിയലാണ്. മലയാളത്തിൽ മുമ്പ് ചെയ്തിരുന്നു. മലയാളമൊക്കെ മതിയാക്കി പോയോ? മലയാളം ഇപ്പൊ ചെയ്യുന്നില്ല. എന്റെ ടീമിലെല്ലാം മാസ് ടീമാണ്. നിന്റെ ടീമിനോട് ഞാൻ പരിചയപ്പെടുത്താം. വേണ്ട, ഞാൻ പരിചയപ്പെടുത്തിക്കോളാം. അത് മതി. അപ്പോ ടീം ബിയിലെ എന്റെ ഇന്നത്തെ സിംഹക്കുട്ടികളെ ഞാൻ പരിചയപ്പെടുത്തരാം. ആ മുമ്പിലിരുന്നിട്ട് സിംഹത്തിനെ പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരാളുടെ പേരാണ് സ്വാതി. സ്വാതി 40-ലധികം സീരിയലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. സീരിയൽ ഒഴിഞ്ഞിട്ട് നേരെയില്ല. അളിയ ഞാൻ പറയാം. അളിയ സ്വാതിയെ കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം. പറയട്ടെ. സ്വാതി എന്ന് മാത്രമല്ല പേരുള്ളത്, ഇനിയുണ്ട് പേര്. താര അല്ലേ? താര. ഇനി താരയെ പറ്റി വേറൊരു കാര്യം പറയാനുണ്ട്. എന്തെന്നറിയാമോ? താരയുടെ സഹോദരി ആരെന്നറിയാമോ? ഇനിയാണ് അളി ഇവിടെ ഫ്ലാറ്റ് ആവാൻ പോണത്. ഇനി അറിയോ? ആക്ട്രസ് ഇനിയ. ഇനി പറ. ഇനി പറ. എടാ ഇനിയല്ല, ഇനിയാ. ഇനിയാ പറഞ്ഞോ? ഇനിയുടെ സിസ്റ്റർ ആണ് താര. ഇനിയാ പേരാ പറഞ്ഞത്. അയ്യോ ഇനിയാന്നുള്ള പേരെങ്ങനെയാ കുട്ടിക്ക്? ഞാനൊരു കാര്യം കേട്ടെ, ഈ സ്വാതിയുടെ അനിയത്തിക്ക് എന്തുകൊണ്ടാ ഇനിയാന്ന് പേരിട്ടത്? അല്ലെങ്കിൽ അത് വല്ല സ്വായിൽ തുടങ്ങുന്ന പേരിന് ഇട്ടാ പോരായിരുന്നോ? ആക്ച്വലി നമ്മള് സ്വാതിയും ശ്രുതിയുമാണ്. പുള്ളിക്കാരി സർഗനം സാറിന്റെ മൂവിയിലൂടെയാണ് ഇൻട്രോ ആയത്. പുള്ളി ഇട്ട പേരാണ് ഇനിയ. എനിക്ക് പുള്ളിയെ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് പുള്ളി എനിക്ക് പേരിട്ടില്ല. കണ്ടോ? സ്വാതിയെ പറ്റി പറഞ്ഞു തന്നു. ഇനി സ്വാതി കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന ആ ഒരു ക്രൂര നോട്ടമുള്ള ആ പെൺകുട്ടിയെ കണ്ടോ? ആ പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ കേരളത്തിലെ ഒരുവിധം വീട്ടമ്മമാരും ഒരുവിധം ഇതുപോലത്തെ പൂവാലന്മാരും എല്ലാ ആൾക്കാരും മുഖം ഒന്ന് ചുളിക്കും. കാരണം പുള്ളിക്കാരി ഒരു ഫേമസ് വില്ലത്തിയാണ്. ലൈഫിലും വില്ലത്തിയാണോ ഷമി? അല്ല, ലൈഫിൽ പാവാണ്, പൂച്ചക്കുട്ടിയാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു സംഭവം അനഘ എന്നാണ് എന്റെ കുട്ടിയുടെ പേര്. പരിശുദ്ധിയായ അനഘയുണ്ട് എന്റെ കൂടെ. അനഘ ഒരു മോഡലാണ്, ഡാൻസറാണ്. കണ്ടോ? എന്താണ് ഡാൻസ് സ്പെഷ്യൽ ചെയ്തിരിക്കുന്നത്? അങ്ങനെയല്ല, പാട്ടിട്ട് അപ്പ കളിക്കും. അതാണ് പാട്ടിട്ട് അപ്പ കളിക്കും. അപ്പൊ ഒരു പാട്ടിട്ട് കൊടുത്തേ ബായോ. പാട്ടിട്ട് അപ്പ കളിക്കുന്ന കുട്ടീനെ കണ്ടോ? അനഘയെ സംബന്ധിച്ചുള്ള പാട്ടിട്ട് അപ്പ കളിക്കുക. സൂരജ് അനഘ പോലത്തെ പെൺകുട്ടികളുടെ പാട്ടിട്ടുള്ള അപ്പ എഴയും. അല്ല താങ്ക് യു കുട്ടി. ആ മോളെ ഞാൻ ഇരുത്താം. സൂരജേ
കുട്ടി നല്ല ഇംപ്രസ്ഡ് ആയല്ലോ. ഞാൻ ഇംപ്രസ് ചെയ്യാത്ത ആൾ ആരാ ഉള്ളത്? നിനക്ക് മാത്രം ഇംപ്രഷൻ ഇല്ലാതെ നീ പൊളിക്കല്ലേ. സൂരജിന്റെ ഈ തമാശകളിൽ നിന്നെല്ലാം നമുക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ് സൂരജ്? ഗെയിം കളിക്കാനല്ലേ? ഗെയിം കളിക്കാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആദ്യത്തെ ഗെയിമിൽ പോകുന്നതിന് മുന്നേ ആ വിശിഷ്ടമായ പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ട് ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്നും നമ്മൾക്ക് ഒരാൾ ക്ഷണിക്കാം. ആദ്യത്തെ ഇനി ഗെയിം എന്താണ് സൂരജ്? നീ പോ മോനെ ദിനേശ. അപ്പോ ടീം എയിൽ നിന്ന് ആ സുന്ദരിയായ ഡോണയെ നമ്മൾ ക്ഷണിക്കുന്നു. അപ്പൊ എന്റെ ടീമിൽ നിന്ന് വരാൻ പോകുന്ന ആളാണ് ഷെമി. അപ്പൊ രണ്ടുപേർക്കും വിശിഷ്ടമായ ഒരു സ്ഥാനം കണ്ടിട്ടുണ്ട്. നീ പോമോന ദിനേശിൽ അവിടെ ഒരു സ്കോർ ബോർഡ് കാണാം. 2 പൊസിഷൻ നിങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആ സ്കോർ ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നിങ്ങൾ അവിടെ ചെന്ന് നിന്നതിന് ശേഷം പറയാം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പൊ എങ്ങനെയുണ്ട് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോഴുള്ള ആ കാഴ്ചയുടെ വസന്തം? എല്ലാം മനോഹരമല്ലേ? ഇനി പോമോന ദിനേശിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയാനുണ്ട്. ഗെയിം എന്താണ്, ഗെയിമിന്റെ കാര്യങ്ങൾ എന്താണ്, അത് മത്സരിക്കുന്നവർക്കായിട്ട് പറയുകയാണ്. നമുക്ക് കാണാം ഇവിടെ റോളിംഗ് കോസ്റ്റർ ചെയർ പോലത്തെ ഒരു ചെയർ കാണാം. അതുപോലെ ഇതിന്റെ പ്രത്യേകത സ്വിച്ച് ഇട്ടാൽ സുറന്ന് പോകുന്ന ഒരു ചെയർ ആണ്. കണ്ടല്ലോ. നമുക്ക് സ്കോർ ബോർഡ് ആദ്യം പരിചയപ്പെടാം. സ്കോർ ബോർഡിൽ നിങ്ങൾ കാണുന്നത് ആദ്യം എന്താണ്? 40 പോയിന്റ്സ്. അതായത് യെല്ലോ സർക്കിൾ കാണുന്നിടത്ത് 40 പോയിന്റ്സ് ഉണ്ട്, റെഡ് സർക്കിൾ കാണുന്നിടത്ത് 60 പോയിന്റ് ഉണ്ട്, അടുത്ത് വൈറ്റ് ആൻഡ് മാർക്സ് കാണുന്നിടത്ത് 80 പോയിന്റ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഇങ്ക് ബോൾ കയ്യിൽ തരും. നിങ്ങൾ ഈ ചെയറിലിരുന്ന് അങ്ങെത്തുമ്പോൾ ആ ഇങ്ക് ബോൾ ത്രോ ചെയ്യുക. ഇങ്ക് ബോൾ എവിടെയാണ് ചെന്ന് വീഴുന്നത് ആ സ്കോർ നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ടീമിന്റെ മൂക്കിലാണ് ചെന്ന് പതിക്കുന്നെങ്കിൽ യു വിൽ ഗെറ്റ് 100 പോയിന്റ്സ്. ഇനി സ്വന്തം ടീം അത്രയും വരട്ടെ, സ്വന്തം ടീമിന്റെ മുഖത്താണെങ്കിൽ 0 കിട്ടും, മുട്ട കിട്ടും. ഓക്കെ. അപ്പോ ഞാൻ ആ സുന്ദരമായ ഗെയിമിലേക്ക് ആദ്യം ക്ഷണിക്കുന്നു ടീം എയിൽ നിന്ന്. ആരെയാണ്? തൻവി. ഉയരങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. ബോൾ ഞാൻ എടുക്കുന്നു. ഇതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ഇഷ്ടദേവനെ ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ച് ആ ഓപ്പോസിറ്റ് ടീമിന്റെ മൂക്കിനെ ഇടിച്ച് പരത്തിയിട്ട് വേണം വരാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ മൂക്കിനെ ഞാൻ ഇടിച്ച് പരത്തും. സന്തോഷമായിട്ട് എടുത്തേ. അപ്പൊ റെഡിയാണല്ലോ? നീ പോ മോളെ ദിനേശ. എന്താ കണ്ട ശരിക്കും? ഞാൻ അവളുടെ തല മാത്രമേ കണ്ടുള്ളൂ. തല മാത്രം ലക്ഷ്യം വെച്ചപ്പോൾ നമുക്ക് 80 പോയിന്റ് കിട്ടി. മൂക്കാണ് ലക്ഷ്യം വെച്ചാലോ? അടുത്ത ഞാൻ 100 മേടിക്കും. ഓക്കെ. അപ്പൊ ആ സന്തോഷം തൻവി ഗോ ടു യുവർ സീറ്റ്. നിങ്ങളത് വർക്കൗട്ട് ആയി. അപ്പൊ എന്റെ മിടുക്കി വർക്കൗട്ട് ആക്കില്ലേ? സ്വാതി വാ. അപ്പൊ ഏത് ദൈവത്തെ വെച്ച് ഞാൻ വിളിച്ചോ? പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥിച്ചിട്ടെടുത്തോളൂ, ഇഷ്ടമുള്ള പോലെ എടുത്തോളൂ. എടാ കുട്ടിക്ക് ടെൻഷൻ ആണ്ടാ പാവം. ഡോണയുടെ മൂക്കാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ. പേടിയുണ്ടോ കുട്ടി? പേടിയുണ്ട്. അപ്പൊ ബോൾ അവിടെ തറയിട്ടിട്ട് ചാടിയാ മതി. റെഡിയാണോ? ഇതിൽ പേടിയല്ല വേണ്ടത്, ഇതിൽ ആവേശമാണ് വേണ്ടത്, വാശിയാണ് വേണ്ടത്, ആ ഡോണയുടെ മൂക്കിനോടുള്ള കൊതിയാണ് വേണ്ടത്. നീ പോ മോളെ ദിനേശ. സ്വാതി എങ്ങനെയുണ്ട്?
എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഗെയിം മനസ്സിലായിട്ടില്ല, പോയത് മനസ്സിലായിട്ടില്ല. ബോൾ എങ്ങോട്ടാ പോയെന്നൊന്നും മനസ്സിലായില്ല. ചെയർ പോണ സ്പീഡിൽ മൊത്തത്തില് അപ്പൊ ശരിക്കും സൂരജ് നിന്റെ ടീമിന് മാത്രമല്ല, നിനക്കും ബോധമില്ല, നിന്റെ ടീമിനും ബോധമില്ല. അല്ല കുട്ടിക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ എന്തൊക്കെ സംഭവിച്ചു? ഓക്കെ, 60 പോയിന്റ് നേടിയെങ്കിലും സൂരജനും സൂര്യയുടെ ടീമിനും സന്തോഷിക്കാൻ നമ്മൾ കുറച്ച് സമയം കൊടുത്തേ മതിയാവുള്ളൂ. അതുവരെയ്ക്കും ദിസ് ഇസ് ബോയിങ് ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്. നീ പോ മോനെ. ദിനേശ് റൗണ്ടിലെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് വരാൻ ദേ സമയമായി. നീ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളൂ. ടീം എയിൽ നിന്ന് ശ്രിയ. അപ്പോ ശ്രിയ ചേർന്നിരുന്നു, സന്തോഷമായി, ഒരു കുഴപ്പമില്ലല്ലോ. ഉന്നം ലക്ഷ്യം മനസ്സിലായല്ലോ. നീ പോ മോളെ. ദിനേശ സന്തോഷായി മുത്തേ, സന്തോഷായി. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കുക, ചക്ക വീണു മൊയില് ചത്തു. നീ ഒരു കാര്യം മനസ്സിലാക്കുക അവിടെ സംഭവിച്ചത് മനസ്സിലായോ? ശ്രിയ, നമ്മുടെ ആ ഒരു ഐക്യം കണ്ടോ? ആദ്യത്തെ ആള് 80 എടുത്തു, രണ്ടാമത്തെ ആളും എത്രയാണ്? ഒരു ചെറിയ 80. അപ്പൊ ശ്രിയ എന്തായിരുന്നു അനുഭവം? അടിപൊളിയായിരുന്നു. നമ്മുടെ ചെന്നു ഭയങ്കരമായിട്ട് സഹകരിച്ചു, മുഖം കറക്റ്റ് ആയിട്ട് വെച്ച് തന്നു. അതുകൊണ്ട് എയിം ചെയ്യാൻ എളുപ്പമായിരുന്നു. എന്നിട്ട് ആ മുഖത്തൊന്നല്ലല്ലോ കൊണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ എത്തിക്കാൻ പറ്റിയത്. എന്റെ കുട്ടി കുറച്ച് ഇരിക്കട്ടെ, ക്ഷീണമുണ്ട്. പോയിരിക്കൂ. റെസ്റ്റ് ചെയ്യൂ. അടുത്ത ഗെയിമിലേക്ക് നമുക്ക് മത്സരിക്കാം. തോപ്പിക്കണം. മുത്തേ പൊന്നെ പിണങ്ങല്ലേ. 100 എടുത്താലേ നമുക്ക് ബാക്കിയുള്ളൂ. ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഓടിവാ മുത്തേ. അനഘ ഞാൻ നമ്മുടെ ആയുധം എടുത്തു തരാം. ആയുധം എവിടെ തർപ്പിക്കണം? ഡോണയുടെ മൂക്കിൽ. ഡോണയുടെ മൂക്കിൽ ഈ ആയുധം തറക്കുന്ന നിമിഷത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നു. ഡോണ, ആ മൂക്കൊന്ന് കാണിച്ചു കൊടുത്തേ. ഒന്നും നടക്കത്തില്ല. എന്ത് മൂക്ക്? നത്ത് മൂക്ക്. നടക്കത്തില്ല. ആ മൂക്ക് ഇതേ പൊളിയാൻ പോകുന്നു. നീ പോ മോളെ. ദിനേശ മത്സരം കഴിയുമ്പോഴും അടുത്ത മത്സരത്തിന് എടുത്തോളാം എന്ന് പറഞ്ഞ മത്സരം തീർന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടി. വരുന്നേ ഉള്ളൂ, പുറകെ വരുന്നേ ഉള്ളു മോനെ. എന്താണ് ശരിക്കും ആ ചെയറിൽ കയറി പോയപ്പോ പറ്റിയത്? ഒന്നും കണ്ടില്ല. ഒരു പുകമയം. പിന്നെ അനഘക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ആള് ഭയങ്കര ഡാൻസറാണ്. നേരത്തെ പറഞ്ഞല്ലോ, പോളി ഡാൻസ് കളിക്കും. നീ കാണണോ? റിംഗ് ഒക്കെ ഇങ്ങനെ ആകാശത്ത് കറക്കിക്കൊണ്ട്. എനിക്ക് എന്തായാലും നിന്റെ ക്ഷീണം മാറാൻ, ഈ സന്തോഷത്തിലൊക്കെ ഭാഗമാവാൻ ഞാൻ റെഡിയാണ്. ആ ഡാൻസിന്റെ പേരെന്താ? ഹിൽ ഡാൻസ്. എന്താ? ഹൂല ഹൂപ്പിംഗ്. മ്യൂസിക്.
ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ടീമില് മത്സര ഗെയിമുകൾ തോറ്റെങ്കിലും ഇതുപോലുള്ള ഒരു ടാലന്റ് അമേസിംഗ്. നല്ലൊരു കൈയടി. നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ടാലൻസ് കാണാൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. അത് പിന്നെ കലാപരമായിട്ടായാലും കായികപരമായിട്ടായാലും. അപ്പൊ ഞാൻ രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു ടീമിനാണ് ഇന്ന് രംഗത്തിറക്കിയിട്ടുള്ളത്. വെരി ഗുഡ്. നന്നായി ഒരു കുട്ടി. ഉഷാർ, സൂപ്പർ. ബോയിങ്ങിലെ പോമോന ദിനേശാൽ ഫസ്റ്റ് റൗണ്ട് നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേര് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവര് വരേണ്ട സമയമായി. മക്കളെ വരൂ. ഷെമി, ഡോണ, എങ്ങനെ ഉണ്ടായിരുന്നു ഉയരങ്ങളിൽ നിന്ന് കണ്ട കാഴ്ച? അതിനെപ്പറ്റി ഒന്ന് വിവരിച്ചാലും. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയായിരുന്നു വരുന്നത്. അതിൽ ഓപ്പോസിറ്റ് ടീം തോൽക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ടീം വരുമ്പോഴേ നമുക്കറിയാം അവരെന്തായാലും ഒന്നും നേടാൻ പോകുന്നില്ല. ആ ഏറ് മൂക്കിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിരി കാണാൻ പിന്നെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ തോൽവികൾ ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന കാഴ്ച മനോഹരമായിരുന്നോ വിഷമമായിരുന്നോ? ഇത് പറഞ്ഞ് തീർത്തോളൂ, ഇതോടുകൂടി തീർന്നു. ഓ, ഇതോടെ തീർന്ന്. ഈ തോൽവി എന്നൊരു വാക്ക് ഞങ്ങളെ നോക്കി പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സ് അറിയേണ്ട സമയമാണ്. ടീം എ നേടിയിരിക്കുന്നത് 160 പോയിന്റ്സ്, ടീം ബി 100 പോയിന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ കിട്ടാത്തതിനെ പറ്റിയുള്ള ഒരു ഉദാത്തമായ കൂലംകർഷമായ ചർച്ചയ്ക്ക് ആവശ്യമാണ്. അതുവരയ്ക്കും നമുക്ക് ബോയിങ്ങിൽ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്. യെസ്, വെൽക്കം ബാക്ക് ടു ബോയിങ്. അപ്പൊ സൂരജ്, ബോയിങ്ങിലെ അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോകാൻ സമയമായി. എന്താണ് ആ ഗെയിമിന്റെ പേര്? തോമസ് കുട്ടി വിട്ടോളാ. എന്താണ് ഗെയിം എന്ന് നമുക്ക് പരിചയപ്പെടാം. നമുക്കിവിടെ കാണാം എന്താണ് ഒരു റോളിംഗ് ട്യൂബ്. ട്യൂബിന് രണ്ട് സൈഡും ഹാമർ വെച്ചിട്ടുണ്ട്. തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഡോങ് കാണാം. നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ആയിട്ട് ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്നും രണ്ടുപേരെ രണ്ട് പൊസിഷനിൽ ആ ഹാമർ ഇരിക്കുന്നിടത്ത് കൊണ്ട് നിർത്തും. എന്നിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, റൺ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഓടാവൂ. റൺ പറയാതെ ഓടരുത്. ചോദ്യം കേട്ട് ആക്രാന്തം കൊണ്ട് ആൻസർ അറിയാമെങ്കിൽ ഓടരുത്. അഥവാ നിങ്ങൾ റൺ പറയാതെ ഓടിക്കഴിഞ്ഞാൽ പണിഷ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഡോങ്ങിൽ ആരാണോ ആദ്യം അടിക്കുന്നത് അവർക്കാണ് ഉത്തരം പറയാനുള്ള ചാൻസ്. മനസ്സിലായോ? ഓക്കെ, എങ്ങനെ പോയി കഴിഞ്ഞാലും ഡോങ്ങിൽ അടിക്കണം. ഓക്കെ, ഇനി എന്താണ് പോയിന്റ്സ്? ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 50 പോയിന്റ്സ് ആണ്. മനസ്സിലായല്ലോ? ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് ഡോണ ആൻഡ് ടീം ബിയിൽ നിന്ന് സ്വാതി. ഞാൻ ചോദ്യം ചോദിക്കട്ടെ. തലയുണ്ട്, വാലുണ്ട്, ശരീരമില്ല. എന്താണത്? തലയുണ്ട്, വാലുണ്ട്, എന്നാൽ ശരീരമില്ല. എന്താണത്? റൺ പറഞ്ഞിട്ടേ ഓടാവൂ. 1 2 3 റൺ. ചോദ്യം ഒരിക്കൽ കൂടെ. തലയുണ്ട്, വാലുണ്ട്, എന്നാൽ ശരീരമില്ല. എന്താണത്? എനിക്കറിയാ. സ്വാതിക്ക് ഡോങ്ങിൽ അടിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ആൻസർ അറിയില്ല. പക്ഷേ ഡോങ് പോലുള്ള ഒരു സാധനമാണ്. ആ ഡോങ് പോലുള്ള ഒരു സാധനമാണ്. ഒരു ക്ലൂ തരാം. ആ, അത് തന്നെയാണ്. ഡോങ് പോലത്തെ സാധനമാണ്. ഡോങ് പോലുള്ള ഒരു സാധനം. എനിക്ക് ആൻസർ അറിയാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ കാര്യം? ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തോളൂ. അങ്ങനെ വേണ്ട, പറയൂ. അറിയാമെങ്കിൽ പറയൂ. മുരുക, ഈ കുട്ടി പറഞ്ഞ ഉത്തരം ശരിയാണോ? എന്തിനാ കുട്ടി ടീമിനെ നാണം കെടുത്താൻ വേണ്ടിട്ട് ഇങ്ങനെ പോകുന്നത്? അല്ല, എന്താ പറ്റി? ആദ്യം തന്നെ അവിടെ അറച്ചു നിന്നു. ഈ ഗെയിമിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പലതും കാണും, പക്ഷെ ഒന്നും ശ്രദ്ധിക്കേണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീമിൽ നിന്ന്, ടീം എയിൽ നിന്ന് ശ്രേയ, ടീം ബിയിൽ നിന്ന് ഷമി. സിമ്പിൾ ചോദ്യമാണ്. ഇതിലും എളുപ്പമുള്ള ചോദ്യം ഇനി വരാനില്ല. മായിൽ തുടങ്ങുന്ന ഒരു മലയാള സിനിമാ പാട്ട് പാടുക, അത്രേ ഉള്ളൂ. മായിൽ തുടങ്ങുന്ന ഒരു മലയാള സിനിമാ ഗാനം പാടുക. 1 2 3 റൺ.
എന്തായിരുന്നു ഷെമി കണ്ടു പഠിക്ക് ഷെമി. എന്റെ ഷെമി, ശ്രേയ, എന്ത് ആ കഷ്ടാണ് ചോദ്യം നിങ്ങളത്. ഒരിക്കൽ കൂടെ മായിൽ തുടങ്ങുന്ന ഒരു മലയാള ഗാനം നന്നായിട്ടൊന്ന് പാടിക്കേ. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തുണി തുഴഞ്ഞ് പോയി നമ്മൾ. പോയിക്കോ. അടിപൊളി മുരുക, നമുക്ക് ഈ സന്തോഷം ആഘോഷിക്കാൻ ഒരു പാട്ടുതാ. സൂരജ്, അല്ലെ നിനക്ക് മൊത്തത്തിൽ ക്ഷീണമല്ല ഈ ഇടയായിട്ട്, എന്താ പറ്റിയേ? അത് ഇന്ന് ഞാൻ കലാപരമായിട്ടുള്ള ടീമിനെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് കായികപരമായിട്ടുള്ള കഴിവ് കുറച്ച് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചൊരു പ്രതിഭാസം. ഈ കണ്ണുവിട്ടതാ ഞാൻ ആരെ- തൊട്ടുള്ളതാ. നീ മിണ്ടരുത്. ഡോങ് അടിച്ചിട്ട് ഉത്തരം പറയാണ്ട് പക്ഷെ വന്നിട്ട് ഞാൻ dialogue വിട്ടു കൊടുത്തില്ലല്ലോ. ഈ ആഘോഷമൊക്കെ അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ കാണിക്കും. ശരി, അതിന് വേണ്ടിയിട്ട് ഞാൻ ടീം എയിൽ നിന്ന് തൻവി, ടീം ബിയിൽ നിന്ന് അനഘ, തൻവി അനഘ റെഡിയാണ്, ചോദ്യവും റെഡിയാണ്. പക്ഷെ റൺ പറഞ്ഞിട്ട് മാത്രമേ റെഡി ആയിട്ട് ഓടാകൂ. സിമ്പിൾ ചോദ്യമാണ്. പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് ഏത് സിനിമയിലാണ് പറഞ്ഞിട്ടുള്ളത്? 1 2 3 റൺ. ചോദ്യം എനിക്ക് കൂടെ, പുരുഷു എന്നെ അനുഗ്രഹിക്കണം, ഇത് ഏത് സിനിമയെന്നാ? തോമസ് ഊട്ടി വിട്ടോടയിൽ. അടുത്ത് ഞാൻ വിളിക്കാൻ പോകുന്നത് ഡോണ ഇത്തവണയെങ്കിലും കറക്റ്റ് ചെയ്തിട്ട് വരണം. എന്റെ ടീമിൽ നിന്ന് സ്വാതി. ഓക്കെ, റെഡി? വീണ്ടും ഉണ്ട്. അപ്പോ ചോദ്യം ഇതാണ്, കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ് അക്ഷരം. കുടിക്കാൻ പറ്റുന്ന, അതായത് ഡ്രിങ്ക് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്. The English alphabet which is possible to drink. ഡ്രിങ്ക്. 1 2 3 റൺ. അവിടെ വരൂ. മുരുക, ഇത് ശരിയല്ലേ? ഓക്കെ, അടുത്ത് ഞാൻ ടീം എയിൽ നിന്ന് ക്ഷണിക്കുന്നത് ശ്രേയ ആൻഡ് ഷമി. ഷെമി, ശ്രീയ റെഡിയാണ്. ചോദ്യം ഇതാണ്, 18 വയസ്സായ ആണുങ്ങളും 18 വയസ്സായ പെണ്ണുങ്ങളും രഹസ്യമായി ചെയ്യുന്നത് എന്ത്? നീ എപ്പോഴും അലമ്പ. ഒരിക്കൽ കൂടെ, 18 വയസ്സായ ആണുങ്ങളും 18 വയസ്സായ പെണ്ണുങ്ങളും രഹസ്യമായി ചെയ്യുന്നത് എന്താണ്? 1 2 3 റൺ. അയാളടിച്ചത്. വെയിറ്റ് ചെയ്യൂ. കടുകിട വ്യത്യാസത്തിൽ ഒരു പോരാട്ടം നടന്നു. എനിക്ക് തോന്നുന്നു എന്റെ ഉറപ്പ് ടീം എ അടിച്ചത്. അല്ല, എനിക്ക് തോന്നുന്നു ബി ആണ് അടിച്ചതെന്നാണ്. എടാ നീ അങ്ങനെ പറ, ഇവിടെ കുറെ ക്യാമറ ഉണ്ട്, അത് കണ്ടിട്ട് മതി. ഓക്കെ, നമുക്ക് തേർഡ് എംപയറെ വിളിക്കാം. തേർഡ് എംപയർ, റിവൈൻഡ് പ്ലീസ്. പക്ഷേ എന്റെ നാണം കെടുത്തരുത് എന്റെ കൊച്ചെ. ഉത്തരം അറിയോ? ഞാൻ പറയാം, പക്ഷെ ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്നെ വിട്ടിട്ട് റെഡിയാക്കി കളയുന്നുണ്ട്. 18 വയസ്സായ ആണുങ്ങളും 18 വയസ്സായ പെണ്ണുങ്ങളും രഹസ്യമായിട്ട് ചെയ്യുന്നത്. ഈ രഹസ്യമാണ് എന്റെ കൺഫ്യൂഷൻ. പക്ഷെ അത് പരസ്യമായിട്ട് പറയണം. പരസ്യമായിട്ട് പറയാൻ കൊള്ളുന്ന കാര്യം തന്നെ. പഠിക്കണ്ട. ഞാൻ സോഷ്യോളജി സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് വോട്ടിംഗ് ആയിരിക്കും. വോട്ടിംഗ് ഉറപ്പ് പറയണം. ഉറപ്പിച്ച് പറയണം. അത് രഹസ്യമായാലും നമ്മൾ വോട്ട് ചെയ്യുന്ന 18 വയസ്സിന് ശേഷം വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒബ്വിയസ്ലി വോട്ടിംഗ്. അപ്പൊ വോട്ടിംഗ് ആണ്. മുരുക, ഈ കൊച്ചു പറഞ്ഞത് ശരിയാണോ?
എന്തൊക്കെയായിരുന്നു ഫൂട്ടേജ്? കാണണം, എന്റെ കൊച്ചാണ് അടിച്ചത്. അല്ല, അവളുടെ പേര് തന്നെ ഞാൻ പറയാം, ഷെമി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഫൂട്ടേജ് കണ്ടപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ആ ചാൻസ് നമ്മുടെ ടീം എ ശ്രേയക്ക് കിട്ടിയത്. എന്തായാലും ഷമി, ഗുഡ് ജോബ്, നല്ലൊരു കഴിവട്ടെ. തോമസ് കുട്ടി വിട്ടോട ഗെയിം റൗണ്ട് കഴിയുമ്പോൾ നമ്മളുടെ ടീം എക്ക് കിട്ടിയിരിക്കുന്നത് 150 പോയിന്റ്സ്. നല്ലൊരു കൈയടി പ്ലീസ്. ഞങ്ങളുടെ ടീമിന് ഒരു 1 കുറവുണ്ടെന്നേ ഉള്ളൂ, 50 പോയിന്റ്. ആ ഒരു കൈയടി കൊടുക്കേ. ഷെമി ശരിക്കും എന്താ പറയാ, ഷെമി ഞാനും കൂടെ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അതിലൊരു കിടിലം വില്ലത്തിയായിരുന്നു ഷെമി. ഷെമിയുടെ ക്യാരക്ടർ ഒരു 1.5 ക്യാരക്ടർ. ഷെമി, എനിക്ക് അത് കണ്ടപ്പോഴാണ് ശരി ഷെമിയുടെ ആ വില്ലനിസം ഇവിടെ നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ. ഷെമി, അത് വേണോ? പക്ഷേ സീരിയലുള്ള വില്ലത്തരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഭയങ്കര കൂളായിട്ട് അധ്വാനിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പൊ സീരിയലിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ സീരിയലിന്റെ ഒരു കഥ തന്നെ ഞാൻ പറയാം. കുറേ കൊല്ലങ്ങൾ ഊതിക്കാച്ചി ഉണ്ടാക്കിയ നല്ലൊരു കഥയുണ്ട് എൻ്റെ കയ്യിൽ. 3000 എപ്പിസോഡ് ഓടാൻ പറ്റുന്ന ഒരു കഥയാണ്. 3000 എപ്പിസോഡ് കൊല്ലങ്ങളോളം. കാശുണ്ടാക്കുന്നവർക്ക് ഭയങ്കര വലിയ മുതൽക്കൂട്ടാണ്. ഒരു കാര്യം ചെയ്യാം, അതിലൊരു 10 എപ്പിസോഡിന് ഇവനെ വേണമെങ്കിൽ ഒരു ഗസ്റ്റ് റോളിൽ എങ്ങനെ കൊണ്ടുവരാം. വെറുതെ വല്ല വേലക്കാരനായിട്ട് എങ്ങനെ എന്റെ ഡേറ്റ് ഇല്ലടാ. അപ്പൊ നമ്മള് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാനൊരു സ്ക്രിപ്റ്റ് തരാം, ആ സ്ക്രിപ്റ്റ് അഭിനയിച്ച് കാണിച്ചു തന്നാൽ മതി. ഓക്കെ, ആദ്യം ഒരു കാര്യം ചെയ്യാം, നമ്മൾക്ക് ഫുള്ളായിട്ട് ഡയലോഗ് കേൾക്കട്ടെ. കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഞാൻ തരാം. സുഭദ്രേ, മസ്തിഷ്ക മരണം സംഭവിച്ച അവൻ ഇനി വെറും പ്രക്ഷോഭിത ദൃഷ്ടാന്വിതൻ മാത്രമാണ്. അവന്റെ കണ്ണിലുള്ള ഹുമേളനം നിലച്ചിരിക്കുന്നു. ദൃഷ്ടാപമായ ഒരു തുപ്ലോദയമാണ് ഇനി അവനെ കാത്തിരിക്കുന്നത്. ആര് തപസ്സിരുന്നാലും അവന്റെ മിഷ്ടകാന്തം സംരക്ഷിക്കാൻ സാധിക്കില്ല. സെറ്റല്ലേ? 1.5 മാസ് ഡയലോഗ്. ഇമാതിരി 3000-ഓളം എപ്പിസോഡിന്റെ ഡയലോഗ് എന്റെ ഏത് ഭാഷ ദൈവം ഉണ്ടാവുന്നതിന് മുമ്പേ ഉണ്ടായി. ഇത് നിനക്ക് സംസ്കൃതം അറിയായിട്ടാ. ശരി, പറയൂ. സുഭദ്രേ, മസ്തിഷ്ക മരണം സംഭവിച്ച അവൻ ഇനി വെറും പ്രക്ഷോഭിത ദൃഷ്ടാന്വിതൻ മാത്രമാണ്. അവന്റെ കണ്ണിലുള്ള ഹുമേളനം നിലച്ചിരിക്കുന്നു. എന്റെ ജീവനും നിലച്ചിരിക്കുന്നു. ദൃഷ്ടാപമായ ഒരു തുപ്ലോദയമാണ് അവനെ ഇനി കാത്തിരിക്കുന്നത്. ദൃഷ്ടാപമായ ഒരു തുപ്ലോദയമാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ, എന്നാലല്ലേ ഭാവം വരൂ. ദൃഷ്ടാപമായ ഒരു തുപ്ലോദയം. സൂരജ്, ഇതെന്തായാലും കുറെ സമയം എടുക്കും. എന്റെ പ്രേക്ഷകർക്ക് ഇത്രയും വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയമില്ല. നീ കുട്ടിയെ നന്നായിട്ട് പഠിപ്പിക്കൂ. അന്ത തുപ്ലോദയം വരട്ടെ. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന തുപ്ലോദയം ഇതല്ലേ, ഇവന് എവിടെ നിന്ന് കിട്ടുന്ന ഡയലോഗ്. പക്ഷെ നമുക്കിത് കാണാൻ സമയമില്ല. ഇത് ഇവര് പഠിച്ചു തീരുന്നവരിക്കും നമുക്കൊരു ചെറിയ ബ്രേക്കിൽ പോകാം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ബോയിങ്ങിലെ അവസാന റൗണ്ടാണ്. വളരെ ഏറ്റവും രസകരമായിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റൗണ്ടാണ്. എന്താണ് സൂരജ്? താമരശ്ശേരി ചുരത്തിൽ 2 വ്യക്തികളെ നമ്മൾ പരിചയപ്പെടാനുണ്ട്. മറ്റാരുമല്ല, ജില്ലു ബില്ലു. ഇനിയാണ് നമ്മൾ താമരശ്ശേരി ചുരത്തിനെ പറ്റി അറിയാൻ പോകുന്നത്. താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരശ്ശേരി ചുരം ഇങ്ങനെയുള്ള ഒരു ചുരമാണ്. അപ്പൊ ആ ചുരത്തിനെ നമ്മൾ സ്ട്രെയിറ്റ് ആയി വെച്ചിട്ട് ഓരോ കട്ടാക്കി വെച്ച സംഭവമാണ് ഇത്. ടീം എയും ടീം ബി ഒരുമിച്ചാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷെ നിൽക്കേണ്ടത് ആ ഫ്ലാഗിന്റെ കളറിന്റെ പൊസിഷൻ അനുസരിച്ച് ഓൾട്ടർനേറ്റ് ആയിട്ട് നിൽക്കുക. ടീം എ കളക്ട് ചെയ്യേണ്ടത് ബ്ലൂ ഫ്ലാഗ് ആണ്, ടീം ബി കളക്ട് ചെയ്യേണ്ടത് റെഡ് ഫ്ലാഗ് ആണ്. ഇനി ഒരു ഫ്ലാഗ് കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 200 പോയിന്റ്സ് ആണ്. ഇനി എന്താണ് ഇതിലെ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഏത് ടീമാണ് അവിടെ റീച്ച് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന മാക്സിമം പോയിന്റ് വെച്ചിട്ടാണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നിങ്ങളുടെ നഖം ഉപയോഗിച്ച റെക്സിൻ കീറി കയറാൻ പാടില്ല. പിന്നെ സൈഡ് വാളിൽ പിടിച്ച് കയറാനും പാടില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ആ ജില്ലു മില്ലു അവിടെ നിൽക്കുന്നത്. അവരെ കണ്ട് പേടിക്കണ്ട. ഓക്കെ, നിങ്ങൾ റെഡിയാണോ? ടീം ബി റെഡിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് താമരശ്ശേരി ചുരം കയറേണ്ട സമയമായി. എല്ലാരും ഗോ ടു യുവർ പൊസിഷൻ. Your time starts now. സൂപ്പർ, അടിപൊളി, പൊളിച്ച്.
ഷമി. Just 30 seconds. ജില്ലുവിന് 8ന്റെ പണിയായിട്ട് ഷമി വരുന്നുണ്ട്. അവനെ ഇങ്ങോട്ടറി, ബാക്കി എനിക്ക് കൊടുക്കാനുണ്ട്. താമരശ്ശേരി ചുരം ഇറങ്ങേണ്ട സമയം ആഗമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. താമരശ്ശേരി ചുരം ഇറങ്ങിക്കോളൂ. നല്ല ഉഷാറായിരുന്നു രാഷ്ട്രമുണ്ട്. അപ്പൊ നമ്മുടെ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ഷോയിൽ സെലിബ്രിറ്റീസ് മാത്രമേ വരുള്ളൂ, ബാക്കി ഞങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊക്കെയുള്ള അവസരം, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കുള്ള അവസരം വഴിയേ വരും. അതിനായിട്ട് തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി 9 മണിക്ക് ബോയിങ് മുടങ്ങാതെ കാണുക. നിങ്ങളുടെ അവസരം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ചോദിക്കേണ്ട ടീം എയോടും ബിയോടാണ്. കാരണം മിനി സ്ക്രീനിൽ തിളങ്ങുന്ന താരങ്ങൾ എപ്പോഴും ഇതുപോലുള്ള ഗെയിമുകൾ ചെയ്യുമ്പോൾ അത് കാണാനും രസിക്കാനും കുറേയധികം ഫൺ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാത്രം രസിച്ചാൽ പോരാ, കാണുന്നവരും രസിച്ചാൽ പോരാ. നമുക്ക് ആദ്യം ഇവർ രസിച്ചോ എന്ന് അറിയണ്ടേ. ഏത് ഗെയിമാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്? നമ്മുടെ താമരശ്ശേരി ചുരം. ചുരം. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറെ ഫൺ എലമെന്റ്സ് ഉണ്ടല്ലോ. പുള്ളിക്കാരൻ പിടിച്ച് താഴെ ഇടുന്നു, കയറി ചെല്ലുന്നു. പക്ഷെ രസമായിരുന്നു. ഒരു ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു കൈയടി ശ്രീയൊക്കെ. സത്യം പറഞ്ഞാൽ ശ്രേയ എനിക്ക് ഏഞ്ചലിനെ പോലെയാണ് തോന്നുന്നത്. കാരണം എല്ലാവരും കണ്ടല്ലോ എന്റെ ടീമിൽ നിന്ന് ഇയാളും കയറി ഞാൻ മാത്രം ഇങ്ങനെ 6ാം മാസത്തിലെ കൊച്ചഴിയുന്ന പോലെ അവരിങ്ങനെ നിന്ന് കമൗണ്ടാണ് എനിക്ക് പറ്റണ്ടേ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു തൻവി എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞൊരു സമ്മർ വെക്കേഷൻ അടിച്ചു പൊളിച്ചു. അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി ഞാൻ എന്റെ ഇടക്ക് പോയതേ ഉള്ളൂ. ടീം ബിയിലെ എന്റെ സിംഹക്കുട്ടികൾ കഥ പറയൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാട്ടർ ഗെയിം. അപ്പോഴപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ ചാടാറുണ്ടല്ലോ. ഓ, ഇതാണ്. ഓക്കെ, കുളിക്കാൻ പറ്റിയെന്ന് കുളിക്കാൻ പറ്റി. ശരി, അപ്പൊ അടുത്ത ആളോട് നമുക്ക് ചോദിക്കാം. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഫീൽഡ് എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് താമരശ്ശേരി ചുരമാണ്. കാരണം അതിൽ മാത്രം എനിക്ക് ചുരം കയറിയതാണോ ഇഷ്ടപ്പെട്ടത്, ചുരം ഇറങ്ങിയതാണോ ഇഷ്ടപ്പെട്ടത്? ഏറ്റവും ചുരം ഇറങ്ങിയതാണ് ഇഷ്ടപ്പെട്ടത്. ഷെമിയോടാണ് അടുത്ത ചോദ്യങ്ങൾ. കാരണം ഷെമിക്ക് കുറച്ച് പ്രതികാരമൊക്കെ ഉണ്ടായിരുന്നു താമരശ്ശേരി ചുരം കയറി. അപ്പൊ അതൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. പറയൂ. ശരിക്കും പറഞ്ഞാൽ കലിപ്പ് ഇപ്പോഴും പുറത്തുനിന്ന് കാണാൻ നിൽക്കുകയാണ്. ഐ ഹാഡ് സോ മച്ച് ഫൺ. ഭയങ്കര രസമായിരുന്നു. എണ്ണയും വെള്ളമൊക്കെ ആയിട്ട് ബ്രഷും പേസ്റ്റും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ കയറി അവിടെ വരെ എത്തിയപ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി ചിന്തിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും താഴെ കിടന്ന് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കരുതിയത്. ടീം ബി നമ്മുടെ പോമോന് ദിനേശയിൽ നേടിയിരിക്കുന്നത് 100 പോയിന്റ്സ് ആണ്. അടുത്ത് തോമസ് കുട്ടി വിട്ടോടായിൽ നേടിയിരിക്കുന്നത് 50 മാർക്കാണ്. അതുപോലെ റൗണ്ട് 3 നമ്മുടെ താമരശ്ശേരി ചുരം അതിൽ നേടിയിരിക്കുന്നത് 400 പോയിന്റ്സ് ആണ്. ടോട്ടൽ ടീം ബി നേടിയിരിക്കുന്നത് 550 പോയിന്റ്സ് ആണ്. നല്ലൊരു കൈ കൊടുക്കും. പക്ഷേ എപ്പോഴും ഒരു ട്വിസ്റ്റും ക്ലൈമാക്സും ഉണ്ട്. ആ ക്ലൈമാക്സ് ആണ് അടുത്ത് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. ടീം എയുടെ സ്കോർ ആണ്, നമുക്ക് വിവരിക്കേണ്ട കാര്യമില്ല. അവർ നേടിയിരിക്കുന്നത് 710 പോയിന്റ്സ് ആണ്. നല്ലൊരു കൈ കൊടുക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായ കാര്യം, നമ്മുടെ എപ്പിസോഡിൽ ഒരു വലിയ പ്രത്യേകത കൂടെ ഉണ്ട്. വിജയി മാത്രമല്ല, നമ്മുടെ ഓരോ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോഴും കാണുന്ന പ്രേക്ഷകർക്കും അറിയാം, കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ്, നമ്മുടെ ഫ്ലോറിലുള്ള ഓഡിയൻസിനും അറിയാം, അതുപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ആരാണ് നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ. സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്ത ഇതിലൊരാളുണ്ട്. ആ ആളെ ഗസ് ഒന്നും കൂടാതെ ഞാൻ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. അയാൾക്ക് പോലും വണ്ടറായി പോകും ചിലപ്പോ. ദാറ്റ് ഈസ് ഷെമി. Wow!
കൂടോത്രം വലിച്ചു. Zebronics, India's largest multimedia speaker നൽകുന്ന ഒരു LED TV ക്ഷമിക്ക് ദേ കിട്ടുന്നു. Congratulations. ന്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ സമയമായി. പക്ഷേ നാളെ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. മറ്റൊരു മനോഹര എപ്പിസോഡ് മിടുമിടുക്കികളുമായിട്ട് വീണ്ടും വരുന്നു. അതുവരേക്കും ദീപൻ മുരളി ആൻഡ് സൂരജ് signing off.